ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ചിലയിലാണുള്ളത്. നമ്മളിന്ന് പോകുന്നത് ചിലയിലെ സാൻ ഹോസെ എന്നൊരു മൈനിലേക്കാണ്. എല്ലാവർക്കും ഓർമ്മയുണ്ടോന്ന് അറിയില്ല, 33 പേരെ അവർ 700 മീറ്റർ അടിയിൽ നിന്ന് റെസ്ക്യൂ ചെയ്തായിരുന്നു. 70 ദിവസത്തോളം അവർ ആ മൈനിൽ ട്രാപ്പായി പോയി. അപ്പം ആ മൈനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഭയങ്കര സംഭവമാണ്. ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു റെസ്ക്യൂ ഓപ്പറേഷനാണ്. ഇത്രയും ഡീപ്പിലും ഇത്രയും ദിവസം എടുത്ത് ഉള്ള ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ ഇത് ആദ്യമാണ്. നമുക്ക് അവിടുത്തെ കാഴ്ചകളിലേക്ക് പോവാം. ഇത് 2010 ഒക്ടോബറിലാണ് നടന്നത്. ഇവർ ഈ വെർട്ടിക്കൽ ഷാഫ്റ്റ് വഴി താഴെ ഇറങ്ങി ഹൊറിസോണ്ടൽ ഷാഫ്റ്റ് വഴി നടന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പം ഈ ഹൊറിസോണ്ടൽ ഷാഫ്റ്റിൽ കുറേ മണ്ണിടിഞ്ഞ് താഴെ പോയി. അപ്പം അവർക്ക് തിരിച്ച് വരാൻ പറ്റാതായിപ്പോയി. അങ്ങനെ ട്രാപ്പായിപ്പോയി. അങ്ങനെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അതിനുശേഷം അവർ 7 ദിവസമാണ് ആ ഇരുട്ടത്ത് തണുപ്പത്ത് അവിടെ കഴിഞ്ഞത്. റെസ്ക്യൂ ഓപ്പറേഷൻ്റെ സമയത്ത് മൊബൈൽ കമ്മ്യൂണിക്കേഷനും പിന്നെ ഇവർക്ക് ഫുഡൊക്കെ വേറെ ചെറിയ ഷാഫ്റ്റ് വഴി കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവർ സർവൈവ് ചെയ്തത് അതിൽ. ഞാനങ്ങനെ ആ മൈനിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇവിടെയാണ് മൈനിൻ്റെ ഒരു ഹൊറിസോണ്ടൽ ഷാഫ്റ്റ് ഇടിഞ്ഞ് വീണ് ആണെങ്കിൽ ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റാതായിപ്പോയി. പിന്നെ ഇവർ ചെയ്തത് വേറെ ഷാഫ്റ്റ് ഇതിൻ്റെ ആ മണ്ണിടിഞ്ഞ് വീടിൻ്റെ മുന്നായിട്ട് ഉണ്ടാക്കി അതുവഴി ആൾക്കാരെ ഓരോരുത്തർ എടുക്കുമായിരുന്നു. ഇതൊരു കോപ്പറിൻ്റെ മൈനാണ്. സാൻ ഹോസെ എന്നാണ് ഇതിൻ്റെ പേര്. അവിടെ എഴുതിയിട്ടുണ്ട് എന്തോ സ്പാനിഷിൽ 33 എന്നുള്ളത് മാത്രമേ 33 പേരെയാണ് രക്ഷപ്പെടുത്തിയത്. അപ്പോൾ 33 എന്നുള്ളത് മാത്രമേ എനിക്ക് മനസ്സിലാവുന്നുള്ളൂ. ഇതാണ് 33 പേരുടെ പേര്. ഞാൻ മൈൻഡിൽ അകപ്പെട്ടു പോയ ഇത്രയും പേരാണ്. ഇവിടുത്തെ ഈ ഷാഫ്റ്റ് വഴിയാണ് മൈനേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് ട്രാപ്പായ സമയത്ത്.
ഹെലിപാഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ആൾക്കാരെ കൊണ്ടുപോകാനായിട്ട് മെഡിക്കൽ കോളേജിൽ അതുപോലത്തെ ഹോസ്പിറ്റലിലേക്ക്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട്. 70 ദിവസം കൂരിട്ടിലല്ലേ തണുപ്പിലും ഇവരെങ്ങനെ കഴിഞ്ഞു എന്തോ സമ്മതിക്കണവരെ. ഈ 33 പേരെ 70 ദിവസം കൂരിട്ടിൽ വരെ സമ്മതിക്കാൻ വയ്യ. ഈ ഹോസ്പിറ്റലാണ് എല്ലാവരും റെസ്ക്യൂ ചെയ്ത ശേഷം കൊണ്ടുവന്നത്. ആദ്യം ഫസ്റ്റ് എയ്ഡും എല്ലാ കാര്യങ്ങളും കൊടുത്ത് ഇവിടുന്നായിരുന്നു. ഈ വിഞ്ച് വഴിയാണ് ആൾക്കാരെ വലിച്ച് താഴേന്ന് കയറ്റിയത്. ഇവിടെ നിന്നാണ് ആൾക്കാരെ റെസ്ക്യൂ ചെയ്തെടുത്തത്. അവർക്ക് 3 പ്ലാൻ ഉണ്ടായിരുന്നു. പ്ലാൻ എ, ബി, സി. ആദ്യത്തെ 2 ഫെയിലായി. ഈ പ്ലാൻ സിയിലാണ് എല്ലാവരെയും റെസ്ക്യൂ ചെയ്യാൻ പറ്റിയത്. ഇവിടെ നിന്നാണ് ആൾക്കാരെ മുകളിൽ കൊണ്ടുവന്നത്. ഇവിടെയാണ് മൈനിൻ്റെ എൻട്രൻസ്. ഇതുവഴിയാണ് ആൾക്കാർ അകത്തോട്ട് പോയത്. പോയ വഴിക്കാണ് മണ്ണിടിഞ്ഞ് വീണ് അവരുടെ എൻട്രൻസ് ബ്ലോക്കായി. ഇവിടെയാണ് ട്രാപ്പായിപ്പോയ ജോലിക്കാരുടെ ബന്ധുക്കളും ഫ്രണ്ട്സും എല്ലാം വെയിറ്റ് ചെയ്തിരുന്നത്. ആ ഇൻസിഡൻറ്റിൻ്റെ, ഈ ട്രാപ്പായിപ്പോയ ഇൻസിഡൻറ്റിൻ്റെ ഭാഗമായിട്ട് സ്ഥാപിച്ച ഒരു മോണുമെൻ്റാണ് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട്.